നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹായ് കപ്പിൾസ്, നമ്മുടെ അടുത്ത ഗെയിം ഷോ ആരംഭിക്കുകയാണ്. നോ യുവർ പാർട്ട്നേഴ്സ് മൂവ്. ഇത്ര നേരം കമ്പയർ ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്റ്റി എവിടെ പോയി? Our next participants, Gautam and Nidhi. നിധി, ഇതിൽ നമ്മൾ വിൻ ചെയ്തിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചലനങ്ങൾ മനസ്സിലാക്കി മുന്നേറുകയാണ്. ഗൗതമും നിധിയും വിജയത്തിനരികിലേക്ക് എത്തിയിരിക്കുന്നു. അതാ സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഏറ്റെടുത്ത കാര്യം പൂർത്തിയാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങും. ഇനി കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ, അതിനുള്ളിൽ ആ സന്തോഷ വാർത്ത സാറിന്റെ ചെവിയിലെത്തും. ഞാൻ പറഞ്ഞില്ല സാർ, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കും. താങ്ക് യു സാർ. നമ്മൾ അടുത്ത ഐറ്റത്തിലേക്ക് കടക്കുകയാണ്. ഡാൻസ് വിത്ത് മ്യൂസിക്. താൻ ഇതിനിടയ്ക്ക് എങ്ങോട്ടാ മുങ്ങിയത്? ഗൗതം, നിധി, പ്ലീസ് കം. ഡ്യുവറ്റ് സോങ് ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്യാൻ ഗൗതത്തിനെയും നിധിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒരു കയ്യടി കൊടുത്തേവർക്ക്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, നീ അതായിട്ട് കുറയ്ക്കണ്ട. എന്താ മടിച്ചിരിക്കുന്നേ? വേഗം വരൂ. തിരുമേനി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ സമയദോഷത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കൂടി പറഞ്ഞു തന്നൂടെ? ആരൂഢം മറഞ്ഞിരിക്കുമ്പോ ഒരു പ്രതിവിധി എങ്ങനാ പറയുക പാർവതിയമ്മേ? എന്നാലും എന്തെങ്കിലും ഒരു ഒഴിവ് കാണുന്നുണ്ടോ എന്ന് നോക്കട്ടെ. തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അല പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം മിഴി മൂടുമി നേരം ഇരുൾ വീശുമി നേരം മായൂ. ഗൗതം, ദേ ക്രിസ്റ്റി. അവനെ വിടരുത്. ഇറങ്ങ വേഗം പിടിച്ച വണ്ടി കയറ്റാ. അതിഥികളായി വന്നിട്ടുള്ളവരാരും ഇനി ഇവിടെ നിൽക്കരുത്. എല്ലാരും വേഗം പോവാൻ നോക്ക്. ഇവരൊക്കെ ആരമായോ സാറേ? അവനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പേര് കാഞ്ചി മനോജ്. കൊച്ചിയിലൊരു നൊട്ടോറിയസ് ക്രിമിനൽ. അവന്റെ കൂട്ടാളി അവള്. വേഗം എല്ലാവരും പോവാൻ നോക്ക്. ചെല്ല്. വേഗം വണ്ടി എടുക്ക.
കൊല്ലാൻ നോക്കിയത് ഗൗതമിനെയോ? ആ ഗെയിം ഷോയിൽ നമ്മൾ ജയിച്ചാൽ കുടിക്കാനായി 2 ജ്യൂസ് കൊണ്ടുവന്നില്ലേ? അതിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. ആ വിഷത്തിന്റെ കുപ്പി ഇപ്പൊ എവിടെയാ ഉള്ളതെന്നറിയോ? പ്രണവിന്റെ കാറില്. ഇവന്റെ കാറിലോ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്നെ വെറുതെ വലിച്ചടക്കരുത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നീ കാറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്, ഞാൻ കാണിച്ചു തരാം. പ്രണവേ, ഇവള് മനഃപൂർവ്വം നമ്മളെ കൊടുക്കാൻ നോക്ക്. വാ, പോയി കാറിൽ പോയി നോക്കാം. വാ. പ്രണവേ, ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യും. ഇതെങ്ങനെ എന്റെ കാരണത്ത് വന്നു? ആരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാ ക്രിസ്റ്റി എന്നും സ്നേഹ എന്നും പേരിട്ട് 2 എണ്ണം ഇവിടെ വന്നിരുന്നത്. ഗൗതമിനെ എന്നെയും കൊല്ലണം, എന്നിട്ട് അവർക്ക് നിന്നെ അതിൽ കൊടുക്കണം. അതായിരുന്നു ലക്ഷ്യം. നിധി, ഇതൊക്കെ എങ്ങനെ? ഗൗതം, ഞാനത് ദേ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഹലോ അമ്മേ. മോളെ, അവിടുത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോന്നു? അമ്മേ, ഞങ്ങൾ ഇറങ്ങാൻ പോവാ. അയ്യോ, അതെന്തു പറ്റി? ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കാരണം ആഘോഷമൊക്കെ പാതി വഴിയിൽ നിന്നു. പ്രശ്നങ്ങളോ? എന്തു പ്രശ്നങ്ങളാ? ഒരു കുഴപ്പമില്ലമ്മേ, എല്ലാം ഞാൻ നേരിട്ട് പറയാം. സത്യം പറഞ്ഞാ ഇപ്പോഴും എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എന്റെ കയ്യിൽ തൊട്ട് നോക്കിയിട്ടും എന്നെ തിരിച്ചറിയാൻ നിനക്ക് പറ്റില്ലെന്ന് അറിഞ്ഞപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ആ പ്രണവന്റെയും ശിവാനിയുടെയും പരിഹാസം കൂടി ആയപ്പോ എനിക്ക് നിന്നോട് ദേഷ്യമാണ് തോന്നിയത്. ഗൗതമിനെ തിരിച്ചറിയാൻ എനിക്ക് തൊട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് അടുത്ത് വന്ന് നിന്നാ മാത്രം മതി. എന്തൊക്കെ പെർഫ്യൂം അടിച്ചാലും അതിനെയൊക്കെ മറികടക്കുന്ന ഗൗതമിൻ്റെതായ ഒരു ഗന്ധമുണ്ട്. സമീപത്ത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ അറിയുന്ന ഒരു സാമീപ്യമുണ്ട്. കണ്ണ് കെട്ടിയാൽ പോലും എനിക്കത് ഫീൽ ചെയ്യും. പിന്നെ ഈ ഹൃദയത്തിന്റെ താളമില്ലേ, എല്ലാ രാത്രികളിലും എൻ്റെ ഇടംചെവിയിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്ന ഈ നെഞ്ചിന്റെ മിടിപ്പ്, അതൊരല്പം അകലെ നിന്നാൽ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും.